തിരക്കുകളുടെ ഇടയിലും നമ്മുടെ ഇത്താണെങ്കിൽ ഒരു 10 സെന്റ് സ്ഥലത്തിൽ ഇത്താടെ ആയിട്ടുള്ള ഒരു ഏതൻ തോട്ടം ഏകദേശം 150ഓളം അല്ലേ, ഫ്രൂട്ട് പ്ലാന്റ്സ് ആയിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അവിടെ ഒരുപാട് റെയർ ഫ്രൂട്ട് ട്രീസ് ഒക്കെ ഉണ്ടെന്നാണ് ഇത്ത പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇത്തയുടെ ഏതൻ തോട്ടത്തിലേക്ക് കിടക്കാം. ഇതാണല്ലേ ഇത്ത ഉണ്ടാക്കിയെടുത്ത ഇത്തയുടെ പഴങ്ങളുടെ തോട്ടം? പഴങ്ങളുടെ തോട്ടം. ഇത് എത്ര നാളുകൊണ്ട് ഈ തോട്ടം സെറ്റപ്പ് ചെയ്തെടുത്തത്? ഇത് ഒരു 2 വർഷം കഴിഞ്ഞിട്ടുള്ളൂ. ആണല്ലേ. ഇതിപ്പോ എത്ര സെന്റിലാ? ഇതൊരു 10 സെന്റാണ്. അപ്പം ഞാൻ പച്ചക്കറികളെല്ലാം വീട്ടിൽ കൃഷി ചെയ്യണം. കിഴങ്ങ് വർഗ്ഗങ്ങൾ, പച്ചക്കറികളെല്ലാം കൃഷി ചെയ്യാം. അപ്പം എനിക്ക് തോന്നി ഫ്രൂട്ട് പിന്നെ നമുക്ക് കടയിൽ നിന്ന് മേടിക്കേണ്ടതായിട്ട് വരെ നമുക്ക് വിഷമില്ലാത്ത ഫ്രൂട്ട് കഴിക്കാന്നുള്ള ഉദ്ദേശത്തിൽ നമ്മൾ 10 സെന്റ് സ്ഥലം ഇതിനായിട്ട് മേടിച്ച് ഒരു ഒറ്റ മരങ്ങളും ഉണ്ടായില്ല, ഫുള്ളായിട്ട് നമ്മ വെച്ച് പിടിപ്പിച്ചാണ്. 2 വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത തോട്ടമാണ്. ഇവിടാന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഫ്രൂട്ടുകൾ നമുക്ക് ഡെയിലി കിട്ടും. പിന്നെ നാരങ്ങയൊക്കെ നമുക്ക് ഫുൾ സീസണില്ല. ഈ സമയത്ത് അതിവിടെ വന്നവർക്കൊക്കെ അങ്ങനെ തന്നെ കൊടുക്കണത്. ഇവിടെ ഇപ്പൊ ഒരു 15 വെറൈറ്റി പ്ലാവുകളുണ്ട്. പിന്നെ ചാമ്പ 10 വെറൈറ്റി, നാരകം 10 വെറൈറ്റി, സപ്പോട്ട 10 വെറൈറ്റി, പിന്നെ അബിയുണ്ട്, റംബുട്ടാനുണ്ട്, മിൽക്കി ഫ്രൂട്ട് ഉണ്ട്, ഡ്രാഗൺ ഫ്രൂട്ട് ഒരു 15 വെറൈറ്റി ഉണ്ട്. പിന്നെ നെല്ലി, മാതള നാരങ്ങ, കശുമാവ്, മാവുകള്, അതേപോലെ മട്ടോവ, മൾബറി, അങ്ങനെ ഒരു 150ഓളം വെറൈറ്റി ഫ്രൂട്ടുകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പൊ ഇതൊക്കെ എവിടുന്നാ കൊണ്ടിരുന്നത്? ഇതിന്റെ വിത്തുകളൊക്കെ തൈകളൊക്കെ ആദ്യം എവിടുന്നാ? ഇതിന്റെ തൈകളൊക്കെ നമ്മൾ നഴ്സറിയിൽ നിന്ന് ഒന്നിച്ച് നമ്മൾ എടുത്തിട്ട് ഒന്നിച്ച് പ്ലാന്റ് ചെയ്തതാണ് ഇവിടെ. അത് ഇവിടെ വർഷത്തിൽ ഒരു 3 പ്രാവശ്യം നമ്മൾ വളം കൊടുക്കും. ചെടികൾക്ക് നന്നായിട്ട് വളം കൊടുക്കും. പിന്നെ വേനൽക്കാലത്ത് നനച്ചു കൊടുക്കുകയും ചെയ്യും. ഇത്ത തന്നെയാണോ ഇതെല്ലാം ചെയ്യുന്നത്? ഇത് ചെയ്യണേന്ന് വെച്ചാൽ ഇതൊക്കെ ചെയ്യണ ഞാൻ തന്നെയാണ്. ഇപ്പൊ വളം കൊടുക്കാനൊക്കെന്ന് വെച്ച് കഴിഞ്ഞാല് ആളെ നിർത്തിയിട്ടാ വളം കൊടുക്കണത്. കാരണം എനിക്ക് സമയമില്ലാത്തതിന് മുമ്പ് എല്ലാം ഞാൻ തന്നെ ചെയ്തിരുന്നത്. എത്ര വർഷമായി ഇതിങ്ങനെ ഒറ്റയ്ക്ക് ഇതെല്ലാം ചെയ്യാൻ തുടങ്ങിയിട്ട്? 30 വർഷമായി. ഞാൻ 17 വയസ്സ് തുടങ്ങി കൃഷിയിലോട്ട് വന്ന ആളാണ്. അപ്പൊ വീട്ടുകാരുടെ ഒക്കെ സപ്പോർട്ട് എങ്ങനെയാ? മക്കൾ ഒരാൾ ഡോക്ടറാണ്, വേറൊരാൾ ബിസിനസ് ചെയ്യുന്നു, പിന്നെ എല്ലാരും എങ്ങനെ എത്തായി സപ്പോർട്ട് ചെയ്യുന്നത്? ഈ പിള്ളേരൊക്കെ പഠിക്കണ ഇപ്പൊ ഇവിടെ ഉണ്ടായ ടൈം വരെ അവര് നനക്കാനൊക്കെ നമ്മൾ സഹായിക്കുമായിരുന്നു. ചെടിക്കും പിന്നെ പറമ്പിലെല്ലാ പച്ചക്കറികൾക്കൊക്കെ അവർ നനക്കുമായിരുന്നു. പിന്നെ നമ്മുടെ കൂടെ. പിന്നെ അവർ ഹോസ്റ്റലിലോട്ട് പോയി പിന്നെ അവർക്ക് ടൈമില്ല. പിന്നെ ഇപ്പോൾ അവരുടെ ജോലി. എന്നാലും അവര് പരമാവധി നമ്മളെ സപ്പോർട്ട് ചെയ്യണത് അവരാണ്. കാരണം ഒരു കുടുംബത്തിന്റെ ഫാമിലിയുടെ സപ്പോർട്ട് ഇല്ലാണ്ട് ഒരിക്കലും കൃഷി ചെയ്യാൻ പറ്റില്ല. നമ്മൾ എത്ര ചെയ്യുമെന്ന് പറഞ്ഞാൽ അവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല ഒരു ഇതിലോട്ട് വരാൻ പറ്റുള്ളൂ. അപ്പൊ അവരുടെ സപ്പോർട്ട് നമുക്ക് പൂർണ്ണമായിട്ടുണ്ട്. ഇതൊക്കെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും സഹായമൊക്കെ കിട്ടുന്നുണ്ടോ? സർക്കാരിന്റെ നമുക്ക് എല്ലാ സഹായങ്ങളും കിട്ടാറുണ്ട്. കാരണം ഇപ്പൊ പച്ചക്കറിയിലായാലും എന്ത് സ്കീമുകൾ വന്നാലും നമ്മളെ ഉൾപ്പെടുത്താറുണ്ട്. ഇപ്പൊ മഴമറയുടെ സ്കീം, മണ്ണിര കമ്പോസ്റ്റ്, എന്ത് സ്കീം വന്നാലും. കാരണം നമ്മളത് ചെയ്യണ ആത്മാർത്ഥതയോട് ചെയ്യണ അവാർഡ് ഒരു 60ഓളം അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എല്ലാ തലത്തിലും നമ്മളവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഒരു നല്ല കർഷകന് അവാർഡൊക്കെ കിട്ടിയേക്കണോണ്ടും പിന്നെ നമ്മൾ നല്ല കൃഷിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കണ ഒരാൾ തന്നെയാണ്. ഇന്നോവേഷൻസ് ഉണ്ടല്ലോ ഇവിടെ, ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ. അതെ, ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ, ഒരുപാട് എല്ലാനും ഒരേ രീതിയിൽ തന്നെ ചെയ്യണ ഒരാളാണല്ലോ. അത് കൃഷി നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കണോണ്ടാണ്. ഔഷധ ചെടികളുണ്ട്, ചീര, പഴങ്ങള്, പച്ചക്കറികൾ, കിഴങ്ങ് വർഗ്ഗങ്ങൾ, പലതരം കപ്പകളൊക്കെ ഉണ്ട്, പലതരം മധുരക്കിഴങ്ങുകളുണ്ട്, പലതരം ഇഞ്ചികള്, ബ്ലാക്ക് ഇഞ്ചി, റെഡ് ഇഞ്ചി, അങ്ങനെ ഒരുപാട് തരം. ഗലാഗൽ ഇഞ്ചി, 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ ഉപയോഗിക്കുന്ന ഇഞ്ചി എല്ലാം ഉണ്ട് ഇവിടെ. എനിക്ക് തോന്നുന്നു ഇത്രയ്ക്ക് കുറെ യുണീക്ക് ആയിട്ട് നമുക്ക് പുറത്തൊന്നും അധികം കിട്ടത്തില്ലാത്ത ചില വിശിഷ്ടമായ ഉണ്ട്. മരുന്നുകൾക്ക് ഉപയോഗിക്കണ റെഡ് കച്ചാർ വാഴ, അങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഇതുകളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ പിന്നെ അന്യം നിന്ന് പോയിട്ടുള്ള കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ ഉണ്ട്. അടതാപ്പ്, പുല്ലൻകിഴങ്ങ്, അതേപോലെ ഒപ്പിച്ചോണ്ട് തരുന്നേ. അതൊക്കെ വർഷങ്ങളായിട്ട് നമ്മിങ്ങനെ ഓരോ സ്ഥലത്തുനിന്ന് എവിടെ കണ്ടാലും വെറൈറ്റി കണ്ടുകഴിഞ്ഞാൽ നമ്മ അത് മേടിക്കും. അത് സംരക്ഷിക്കാതെ മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യും. ഇത്താടെ ഈ തോട്ടത്തിൽ ഈ പച്ചപ്പ് ഹരിതാപം ഒക്കെ എങ്ങനെയാണ് നിലനിർത്തുന്നേ? ഇത് നമ്മ വളങ്ങൾ കറക്റ്റ് കൊടുക്കും, വേനൽക്കാലത്ത് നനച്ചു കൊടുക്കും. പിന്നെ നമ്മുടെ ഒരു സാമീപ്യം, ചെടികൾ എപ്പോഴാ ആഗ്രഹിക്കണത് നമ്മുടെ സാമീപ്യമാണ്. അതുമൂലം ചെടികൾ മത്സരിച്ചാ വളരണത്. കാരണം ഇതിന്റെ ഒപ്പം ഫ്രൂട്ട് തൈ വെച്ചവരുടെ ഒക്കെ വളർന്നിട്ടില്ല. അപ്പൊ ഇവിടെ വന്ന് ഇതിന്റെ കൂടെ സമയം ചെലവഴിക്കോ? അങ്ങനെ ചെലവഴിക്കാൻ ഇവിടെ എന്നാലും
ഏതായാലും ഒരു 2 പേരെങ്കിലും കൃഷി കാണാനൊക്കെ വരും. അപ്പൊ അവര് വരുമ്പോ എന്തായാലും നമ്മ അവരെ കൂടെ ഇവിടെ വരും. ചെടികളുടെ അടുത്ത് എല്ലാ ചെടികളുടെ അടുത്തും പോകുമല്ലോ. പിന്നെ ഒരുപാട് പേരാണ് എന്റെ കൃഷി കണ്ടിട്ട് കൃഷി ചെയ്യാൻ തുടങ്ങിയേക്കണത്. അതാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം. അപ്പൊ ഈ കൃഷി എന്ന് പറയുന്നത് ഇത്തയുടെ പാഷൻ ആയിരുന്നോ ചെറുപ്പം തൊട്ടേ, കുഞ്ഞായിരുന്നപ്പോ തൊട്ടേ? അതെ അതെ, ഞാനൊരു പാഷനായിട്ട് തുടങ്ങിയതാണ്. കാരണം ഇവിടെ വീട് മേടിച്ചപ്പോൾ ഒരുപാട് സ്ഥലം ഉണ്ടായി വീടിന് ചുറ്റും. അപ്പം അങ്ങനെ കൃഷി ആദ്യം തുടങ്ങി. അപ്പൊ കൃഷി എല്ലാം സക്സസ് ആയിരുന്നു. ഓരോ കൃഷിയിലും അന്ന് പച്ചക്കറികൾക്കൊന്നും ഒരു വില ഉണ്ടായില്ല കേട്ടാ. എന്നാലും അത് കാണുമ്പോ അയൽവാസികൾക്കൊക്കെ കൊടുക്കലായിരുന്നു. ഇന്നിപ്പോ അയൽവാസികൾക്കൊക്കെ കുറവ് കൊടുക്കും, കാരണം അവരും ചെയ്യട്ടെ. അന്നൊക്കെ അയൽവാസികൾക്കും വീട്ടിൽ വന്ന ആളുകൾക്കും ബന്ധുക്കൾക്കൊക്കെ കൊടുക്കലായിരുന്നു പതിവ്, ഈ വീട്ടിലുണ്ടാവുന്ന പച്ചക്കറികളൊക്കെ. ഇപ്പാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾക്ക് വിത്തും തൈയൊക്കെ കൊടുക്കും. പച്ചക്കറിയൊക്കെ അവര് സ്വന്തം ഉണ്ടാക്കണം. അങ്ങനെ ആ പാഷൻ വിജയിച്ച് ഇപ്പൊ ഒരു സക്സസ്ഫുൾ ബിസിനസ് വുമൺ ആണ്. അതെ അതെ, തീർച്ചയായിട്ടും. കാരണം നമുക്ക് നമ്മുടെ മുമ്പിൽ വന്ന ബിസിനസ്സാണ്. നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സ്, ഒരു 30,000-ഓളം കസ്റ്റമേഴ്സ് ഉണ്ട് ഇന്ത്യയിലൊട്ടാകെയായിട്ട്. അത് നമ്മൾ ചീരയ്ക്ക് കൂടാതെ നമ്മുടെ പഴങ്ങൾക്കും ഇഷ്ടംപോലെ തന്നെ കസ്റ്റമേഴ്സ് ഉണ്ട്. ഈ ചീരത്തൈ കൊടുത്തിട്ട് ആ കസ്റ്റമേഴ്സ് തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് സ്ഥിരം കസ്റ്റമേഴ്സ് അങ്ങനെ ഒരുപാടുണ്ട്. പിന്നെ ഫ്രൂട്ട് പ്ലാന്റ് മേടിക്കണ പുതിയ കസ്റ്റമേഴ്സ് ഒരുപാടുണ്ട്. അപ്പം ഇത് ഫ്രൂട്ട് പ്ലാന്റ്സിൽ നിന്ന് നല്ല വരുമാനം ഉണ്ടല്ലേ? ഉണ്ട്. ഫ്രൂട്ട് പ്ലാന്റിൽ നിന്നൊക്കെ വരും. ഔഷധ ചെടികളിൽ നിന്നിട്ടാണ് നമുക്ക് കൂടുതൽ വരുമാനം. ഫ്രൂട്ട് പ്ലാന്റ് എന്നൊക്കെ പറഞ്ഞ ഒരു മാർക്കറ്റ് വിലയുണ്ട്. അപ്പൊ അതനുസരിച്ച് നമുക്ക് എന്തായാലും ഇതുള്ളൂ. ഔഷധ ചെടികൾ എന്ന് വെച്ചാല് അങ്ങനെ ആരും ചെയ്യാത്തൊരു ബിസിനസ് ആണല്ലോ. അതിൽ നിന്ന് നമുക്ക് എന്ന് വെച്ചാല് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ചെടികളാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ നമുക്ക് നല്ല വരുമാനം തന്നെയാണ്. ഇതാണ് നമ്മൾ കൊടുക്കാൻ വേണ്ടി വിൽക്കാൻ വേണ്ടി വെച്ചേക്കുന്ന പ്ലാന്റ്സ് എല്ലാം പ്ലാന്റ്സ്. ഇതൊക്കെ ഇത് ആ 150 വെറൈറ്റി നമ്മൾ കൊടുക്കുന്നുണ്ടോ? കൊടുക്കുന്നുണ്ട്. ഇതിപ്പോ ഏതൊക്കെയാ ഇരിക്കുന്നത്? ഇതിപ്പോ ഞാവല്, മൾബറി, പിന്നെ അത്തി, പിന്നെ പേര, പല വെറൈറ്റി പേരകള്, കടപ്ലാവ്, പല വെറൈറ്റി പ്ലാവുകള്, ബെയറാപ്പിള്. അപ്പൊ ഇത് തീരുന്നതിനനുസരിച്ച് ഇത് റീസ്റ്റോക്ക് ചെയ്തു? അതെ 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 അതെ. കുറെയൊക്കെ ഗ്രാഫ്റ്റിംഗ് ലെയറിംഗ് നമ്മൾ തന്നെ ചെയ്യണേണ്. അതിപ്പോ തന്നെ ചെയ്യുവോ? ഞാൻ ചെയ്യാറുണ്ട്. പക്ഷേ ചില സമയത്ത് വേറെ ആൾക്കാർ കൊണ്ട് ചെയ്യിക്കുകയും ചെയ്യും. എനിക്കറിയാം ചെയ്യാൻ, ടൈമില്ലാത്ത പ്രശ്നം കൊണ്ട് വേറെ ആൾക്കാർ എല്ലാം ഒറ്റയ്ക്ക് മാനേജ് ചെയ്യേണ്ടത്. അതുകൊണ്ട് നമുക്ക് കുറച്ചൊക്കെ വേറെ ആൾക്കാരെ കൊണ്ട് ചെയ്യിക്കുകയും ചെയ്യും. അപ്പൊ ഇതെല്ലാം പ്രീ ഓർഡേഴ്സ് ആയിട്ട് ഇരിക്കുന്നതായിരിക്കുമല്ലോ, ഉടനെ കൊറിയർ ചെയ്യേണ്ടതായിരിക്കും? ഉടനെ കൊറിയർ ചെയ്യേണ്ടത് തന്നെയാണ്.